ഇന്നലെ ഇവിടെ ഒരു ഉടമ്പടി എടുത്ത് ഒരു ചെടുത്തി, ഞാൻ വേറെ ഒരു സോഴ്സിൽ നിന്ന് കേട്ടതാണ്. ചെടുത്തിക്ക് 60-65 വയസ്സുണ്ടെന്ന് തോന്നുന്നു. അവിടെ ബഹളം ഉണ്ടാക്കി അവർ ഉടമ്പടി ചെയ്തതിന് ശേഷം ഇവർ നിന്ന് പറയുകയാണ്, ഇത് എങ്ങനെ പാലിക്കാൻ പറ്റുമെന്ന്. ഇതാണ് സംഭവം. അപ്പോൾ പല അണ്ണന്മാരും ചില ആൾക്കാരും ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണത് അമ്മ പ്രസവിക്കണം, ഞാൻ ഇടയ്ക്ക് പറയല്ലേ, പശു പ്രസവിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് എഴുതിയിടുന്ന പോലെ എന്തോ കലാപരിപാടിയാണെന്ന് വിചാരിച്ചാൽ വെറുതെ ആലപ്പുഴ വന്ന് പണി മേടിക്കരുത്. നിങ്ങൾ ദൈവവുമായിട്ട് ഈ ജീവിതത്തിൽ ആദ്യമായിട്ടും ദൈവം ഒരു വ്യക്തി നിങ്ങളെ ദൈവം തന്നോട് ഉടമ്പടി ചെയ്യാൻ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ വിളിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എന്താണ്? നമ്മുടെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ്, വി ഇൻവെസ്റ്റ് ഫെയ്ത്ത് അപ്പോൺ ദി കവനൻറ്റ്. നമ്മൾ ആ ഉടമ്പടിയിൽ നമ്മൾ നിക്ഷേപിക്കുന്നത് നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസം, പെർസീവിങ് ഫെയ്ത്ത്, നീണ്ടു നിന്ന വിശ്വാസത്തിന് നമ്മൾ വിശ്വസ്തതയെന്ന് പറയും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയോട് ഉടമ്പടി ചെയ്ത് എനിക്ക് വിശ്വാസത്താലും വിശ്വസ്തതയാലും എബ്രാഹത്തെ പോലെ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മളുടെ വിഷയം ഉടമ്പടിയുടെ ഗുണഭോക്താക്കളാണ്. ഉടമ്പടിയുടെ രീതി അറിയാമല്ല. ദൈവം ഒരു ഉടമ്പടി ചെയ്താൽ ആ വ്യക്തി ഏത് കാലാവസ്ഥയിൽ പോയാലും, അയാൾ ഒരു കാലത്ത് തെണ്ടിപ്പോയാലും ദൈവം വിശ്വസ്തനായതുകൊണ്ട് ദൈവം അവനെ ഉയർത്തിക്കൊണ്ടുവരും. അത് ദാവീദിനോടാണ് ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ ദാവീദാണ്. അയാൾക്ക് ഇന്ന് അബദ്ധങ്ങൾ സംഭവിച്ചെന്ന് നമുക്കറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ അനുതാപം അതിനേക്കാൾ, തൻ്റെ അബദ്ധത്തെക്കാൾ വലുതായിരുന്നു ദാവീദിൻ്റെ അനുതാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ XY ആരായാലും ചിലപ്പോൾ ജീവിതം അബദ്ധത്തിലായിരിക്കാം. പക്ഷേ നമുക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. നിൻ്റെ അബദ്ധത്തെക്കാൾ വലുതായിരിക്കണം നിൻ്റെ അനുതാപം എന്ന് ആത്മാവ് ആവശ്യപ്പെടുന്നു. കൈയിട്ടിച്ച് കർത്താൻ പാട്. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിയമാവർത്തനം 7:12. അതായത് നിങ്ങൾ വിശ്വസ്തത പാലിച്ചാൽ കർത്താവ് നിങ്ങളോട് ചെയ്തിട്ടുള്ള ഉടമ്പടിയും പാലിക്കും. അതാണ് വിഷയം. ഒരു പക്ഷേ ഒരു തകർച്ച ചില സമയത്ത് ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു തകർച്ചയൊക്കെ വരാൻ പാടില്ലെന്നൊന്നുമില്ല. പക്ഷേ എങ്ങനെ തകർന്നാലും ഒരു ചെറിയ തകർച്ചയോടുകൂടി വേണ്ടൊന്നുമല്ല, ഒരു ജെട്ട് നടപടി ഇടക്ക് കയറി വന്നാൽ മതി. അപ്പോൾ തന്നെ നിങ്ങളെ പമ്മാൻ തുടങ്ങും. എൻ്റെ അനുഭവത്തിൽ ഒരു 50% ഉടമ്പടി ഞാൻ ഇന്നാളും പറഞ്ഞിരുന്നു. ഞാനാണ് ഓഫീസിൽ ഇരിക്കണമെങ്കിൽ ഈ വന്നിരിക്കുന്നതിൽ 100 പേര് വന്ന 50 പേരെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിക്കത്തില്ല. എന്താ കാര്യം? അവർക്ക് അവരുടെ കപ്പാസിറ്റി ഇല്ല. നാളെ കാലങ്ങളിൽ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ നെഗറ്റീവ് സംഭവിച്ചാൽ അവരെ പമ്മി കർത്താവിനോട് ചെയ്ത വാഗ്ദാനങ്ങളിൽ നിന്നും
ആ നിബന്ധനകളെ അനുസരിക്കുന്നില്ലെന്നും അവർ പതുക്കെ പതുക്കെ മാറും. എന്നിട്ട് അവർ ദൈവത്തോട് ചോദിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് വായും പൊളിച്ച് കണ്ണും തുറച്ച് മേലോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ദിസ് ഇസ് റോങ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി കാലഘട്ടങ്ങളിലെ നിന്റെ പരിപാലനയുടെ ഭാഗമായി എന്റെ അനുഭവങ്ങൾ പ്രതികൂലമായാലും പിടിച്ചു നിൽക്കാൻ പറ്റിയ വിശ്വസ്തതയാൽ എന്നെ ഇപ്പോഴഭിഷേകം ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു, ഏറ്റവും വലിയ ഉടമ്പടി ദൈവം ചെയ്തത് ദാവീദുമായിട്ടാണ്. എന്തങ്ങനെ പറയാൻ കാര്യം? രക്ഷകനെ വാഗ്ദാനം ചെയ്തത് ദാവീദിനോടാണ്. അതിന് ദാവീദ് മറുപടി പറഞ്ഞത്, കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിലെ സ്വന്തം ഭാര്യ അനുവദിക്കാതിരുന്നിട്ട് പോലും എല്ലാം മറന്ന് അയാൾ നൃത്തം ചെയ്യുകയാണ് ചെയ്തത്. അയാളുടെ നൃത്തത്തിൻ്റെ കാരണങ്ങൾ ചോദിച്ചപ്പോഴേ രാജാവ് പറഞ്ഞു, ഞാൻ ഇടയ ബാലനായിരുന്നു, എന്നെ എൻ്റെ കർത്താവാണ് തൻ്റെ രാജ്യത്തിൻ്റെ ഓഹരിക്ക് എന്നെ അവകാശിയാക്കിയത്. ഇപ്പോഴെന്നോട് പറയുന്നു എൻ്റെ വംശത്തിൽ നിന്നായിരിക്കും രക്ഷകൻ ജനിക്കുക. പിന്നെ ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഞാൻ ഇനിയും സന്തോഷിക്കുമെന്ന് പറയും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിനിടയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. കാര്യം ബത്ശേബയോട് ദാവീദ് പറഞ്ഞായിരുന്നു, നിന്റെ ഭർത്താവിനെ ഞാൻ കൊന്നു. എൻ്റെ ഒരു മാനസികാവസ്ഥയായിരുന്നു. ഇന്നെനിക്ക് താങ്ങാനാവാ ദുഃഖമുണ്ട്. പക്ഷേ നിന്നെ ഞാൻ സന്തോഷിപ്പിക്കും. അന്ന് നമ്മൾക്ക് വേണ്ടി പിറന്ന കുഞ്ഞിനെ ആയിരിക്കും ഞാൻ രാജാധികാരം കൊടുക്കുക. അത് ബത്ശേബയോട് ചെയ്ത വാക്കാണ്. അത് അബ്സലോം അറിഞ്ഞത് കൊണ്ടാണ് ദാവീദിനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി അബ്സലോം വടിതടി ആയുധങ്ങളുമായിട്ട് ദാവീദിനെ ഓടിച്ചിട്ടതും ദാവീദ് നാട് വിട്ടു പോകേണ്ട അവസ്ഥ വന്നതും. ഇത് ഉടമ്പടിക്കാലത്ത് തന്നെ സംഭവിക്കുന്ന വിഷയങ്ങളാണ്. ഉടമ്പടിക്കാലത്ത് ഇങ്ങനെ പല കാര്യങ്ങളും ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്നേക്കാൾ നെഗറ്റീവായിട്ട് സംഭവിച്ചാലും, അപ്പോൾ ഹൂഷായി എന്നൊരാൾ ഉടനെ ദാവീദ് ഇങ്ങനെ അബ്സലോം ഓടിച്ചിട്ട് ജനങ്ങളും പട്ടാളവും എല്ലാം അബ്സലോമിൻ്റെ കൂടി ദാവീദിൻ്റെ കൂടെ അവസാനം കരിയുമ്പോൾ വരാൻ കയ്യിൽ പോലെ 5-8 പേരെ ഉണ്ടായുള്ളൂ. അയാൾ ഒലിവുമലയുടെ മുകളിൽ കൂടി ഓടി രാജ്യം വിട്ടു പോകുന്ന സമയത്ത് എപ്പോഴും ഈ ഷേമായി എന്ന് പറഞ്ഞ സാവൂളിൻ്റെ ബന്ധു ഇയാളെ കല്ല് പെറുക്കി എറിയും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇന്നലെ വരെ രാജാവായിരുന്നവനെ ഇന്നൊരു പ്രജ കല്ല് പെറുക്കി എറിയുകയാണ്. അപ്പോൾ അത് അടുത്തുകൊണ്ട് ഹൂഷായി കൂടെ എന്നിട്ട് ഹൂഷായി പറയും, യജമാൻ നീ ചത്തപ്പട്ടിയുടെ തല ഞാൻ എടുക്കുമെന്ന് പറയും. അപ്പം ദാവീദ് പറയും, അടങ്ങുക, കർത്താവായിരിക്കും ചിലപ്പോൾ അവരോട് പറയണത് കല്ലുവർക്ക് എറിയാൻ പറഞ്ഞത്. പിന്നെ കർത്താവ് പറഞ്ഞാൽ എനിക്കെങ്ങനെ എതിര് പറയാൻ പറ്റും? കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. സ്തുതിക്കട്ടെ.
ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ വാരം ചാരുന്നു ജീവനെ സ്വന്തമേ ജീവനേ സ്വന്തമേ അങ്ങേ വാരം ചാരുന്നു ആരാധന 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 അച്ഛൻ എന്താ ഇങ്ങനെ ഇപ്പം ഈശോയിലൂടെ സംസാരിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ ആകാശത്ത് ഒരു ന്യൂനമർദ്ദം ഉണ്ടായാലും നിങ്ങൾ പതറിപ്പോകരുത്. യു മസ്റ്റ് ഗെറ്റ് ഓൺ. അതായത് അത് ഇതിൻ്റെ ഉള്ളതാണ്. ഇപ്പം നിങ്ങളവിടെ ഉറങ്ങാതെയും കഞ്ഞി കുടിക്കാതെയും അതുപോലെ തന്നെ പ്രാർത്ഥനയില്ലാതെയും ഇങ്ങനെ അവസാദം പിടിച്ച ആൾക്കാരെ പോലെ പെരുമാറരുത്. നീ നിൻ്റെ ദൈവം നിന്നോട് വിശ്വസ്തത കാണിക്കുമെന്നുള്ള ബോധ്യത്തിൽ തന്നെ നീ ദൈവത്തിൻ്റെ പരിപാലനയുടെ സമയം വരെ നീ കാത്തിരിക്കണം. എന്താ കാര്യം ചെയ്യുമ്പോൾ ദാവീദിൻ്റെ കാര്യം കണ്ടേ, 2 നിയമാവർത്തനം 2 സാമുവേൽ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, 2 സാമുവേൽ 15:20 ശ്രദ്ധിക്കട്ടെ. സാമുവേൽ 15:20 ഇന്നലെ മാത്രം എത്തിയ നീ എങ്ങോട്ട് പോകുന്നു എന്നറിയാത്ത എന്നോടൊപ്പം അലയുകയോ? ഇതാണ് ഹൂഷായോട് പറയണതാണ്. ഹൂഷായി ഇങ്ങനെയുടെ ഒരു സ്വന്തക്കാരനായിരുന്നു ദാവീദിൻ്റെ. പക്ഷെ ഹൂഷായി ഭയങ്കര വിശ്വസ്തനാണ്. ദാവീദിന് രാജ്യം നഷ്ടപ്പെട്ടു. ദാവീദിൻ്റെ ഉപനാരികളെ മട്ടുപ്പാവിൽ വെച്ച് അബ്സലോം പരസ്യമായിട്ട് വ്യഭിചരിച്ചു. അങ്ങനെ ദാവീദിന് ഒരു വിലയും നിലയുമില്ലാതെ റെഡ്യൂസിൻ്റെ 0 മൈനസായിട്ട് വരികയാണ്. അങ്ങനെ അവൻ തലേ തുണിയിട്ട് ഞാൻ രാജാവല്ലേ, നാട്ടുകാരെ കല്ലെറിയുമ്പോൾ ഞാൻ രാജാവല്ലേ എന്നറിയാതിരിക്കാൻ വേണ്ടി ഒരു തുണി കൊണ്ട് മുഖം മൂടിക്കൊണ്ടാണ് ഈ മനുഷ്യൻ ഓടണത്. പക്ഷേ ഈ ഹൂഷ എന്ന് പറഞ്ഞ വിശ്വസ്തൻ ഇവൻ്റെ പുറകെ ഓടും. കാരണം ആരെല്ലാം നിന്നെ പിരിഞ്ഞാലും നീ ഒറ്റയായാലും ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറയും. അതാണ് ഹൂഷായി. അപ്പോൾ അതാ ആ ഹൂഷായോട് ദാവീദ് പറയുന്ന മറുപടിയാണ്. അഗൈൻ റീഡ് ഇറ്റ്. ശ്രുതികട ഹല്ലേലൂയ. സഹോദരന്മാരെയും കൂട്ടി തിരിച്ചു പോവുക, കർത്താവ് നിന്നോട് ദയയും വിശ്വസ്തതയും 2 സാമുവേൽ 10:15-20 പറയുന്നത്, ഇന്നലെ മാത്രം വന്ന നീ എങ്ങോട്ട് പോകണമെന്നറിയാതെ. അപ്പോൾ രാജകൊട്ടാരത്തിലേക്ക് പോയി ചാർജ് എടുത്തതിൻ്റെ ദിവസം തന്നെയാണ് ഭയങ്കരമായിട്ടുള്ള പടയുണ്ടായത്. അത് ഇന്നലെ മാത്രം വന്ന നീ എങ്ങോട്ടാണ് പോകണമെന്നറിയാത്ത എന്നോട് കൂടി എന്തിനാ വരണം? അതൊക്കെ ഉടമ്പടിയുടെ ആളാണ് ഈ ദാവീദ്. ദാവീദിനോട് ഉടമ്പടി ചെയ്തതാണ്. പക്ഷെ ഒരു നിമിഷം ദാവീദിൻ്റെ ജീവിതത്തിലും താൻ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാൻ പാടില്ലാത്ത നിമിഷമുണ്ടായി. പക്ഷെ അത് കഴിഞ്ഞ് ദാവീദ് പറയുന്ന ഹൂഷയോട് പറയും, നീ ഇപ്പോഴ് രാജകൊട്ടാരത്തിലേക്ക് പോവുക എന്ന് പറയും. അത് പരിശുദ്ധാത്മാവും. നമ്മളെ തലയെ തുണിയിട്ടാലും നാട്ടുകാർ നമ്മളെ കല്ലെറിഞ്ഞാലും അതുപോലെ തന്നെ നമുക്ക് വിശന്നാലും നമ്മുടെ പരിശുദ്ധാത്മാവും നമ്മളെ വിട്ടുപോകത്തില്ല. അതൊന്ന് തിരിച്ചറിയണം. കൈ എട്ടിച്ച് കർത്താൻ സുഖല്ലേ.
അന്ന് ഹൂഷായിക്കൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും, കാര്യം ദാവീദിന് വിശക്കുന്നുണ്ട്, തളർന്നിരിക്കുന്നു, ഭയങ്കര പൊരുവെയിലിൽ 45 ഡിഗ്രി ചൂടിൽ പൊള്ളുന്ന പാറപ്പുറത്ത് കൂടി ജീവിതം കൊണ്ട് ഓടി രക്ഷപ്പെടാൻ പോകുമ്പോൾ ഹൂഷായോട് പറയണതാണ്. എന്താ പറയണത്? നീ എൻ്റെ കൂടെ വരണ്ട, ഇന്നലെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് പോലും എനിക്കൊരു പിടിയുമില്ല, ഞാൻ നശിച്ചാലും നീ രക്ഷപ്പെടണം, നീ ഇപ്പോഴ് രാജകൊട്ടാരത്തിലേക്ക് പോകാൻ പറഞ്ഞു. പക്ഷെ നമുക്കറിയാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇതുപോലെ രാത്രികൾ ചില സമയത്ത് വരും, പക്ഷെ എന്നും രാത്രി ആകത്തില്ല, പ്രഭാതം വരും. ഈ പ്രഭാതം വരെ കാത്തിരിക്കണ കാവൽക്കാരാണ് ഉടമ്പടിയുടെ പ്രയോക്താക്കൾ. കൈയടിച്ച് കിടത്താൻ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ മക്കളെ എന്നെ ശ്രദ്ധിക്കുക. കർത്താവ് എന്നോട് സംസാരിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വചനത്തിന്റെ കവാടങ്ങൾ അച്ഛനിലൂടെ ഞങ്ങൾക്ക് തുറന്നു കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം ജനതകളെ വിശുദ്ധീകരിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ സഹോദരൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നൽകാൻ ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഞാൻ പറഞ്ഞു, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ രോഗമായാലും കഷ്ടപ്പാടായാലും കടമായാലും നിങ്ങൾ ഉടമ്പടിയിലാണ് നിലനിൽക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ വിട്ടുപോകത്തില്ല. നിങ്ങളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ മനസ്സിൽ വരുന്ന പോംവഴികളുമെല്ലാം ദൈവനിവേശിതമായിരിക്കും. ആ ദൈവനിവേശിതമായ പരിശുദ്ധാത്മാവിൻ്റെ അരുളപ്പാടോടുകൂടിയാണ് ദാവീദ് ഹൂഷായോട് പറയണത്, നീ വേഗം അബ്സലോമിൻ്റെ അടുത്ത് പോയിട്ട് എങ്ങനെയാണോ നിൻ്റെ അപ്പനെ ഞാൻ ശുശ്രൂഷിച്ചത് അതുപോലെ മകനായി ഞാനും നിന്നെ ശുശ്രൂഷിക്കുമെന്ന് അബ്സലോമിനോട് പറയുമ്പോൾ നിന്നെ അബ്സലോം അവൻ്റെ കൂടെ നിർത്തും. എന്നിട്ട് നീ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് രഹസ്യമായി വിവരം തരണം, നമ്മളൊരു ദിവസം കാണുമെന്ന് പറയും. അതാണ് സംഭവം. ആ ഒറ്റ തീരുമാനത്തിലാണ് ദാവീദ് തിരിച്ചു വരണത്. പക്ഷെ പിന്നീട് നടന്ന എല്ലാ കാര്യങ്ങളും ദാവീദ് ഈ ഹൂഷായി മുതൽ അറിഞ്ഞിട്ട് ദാവീദ് തന്നെ പോയി ദാവീദിൻ്റെ കൈവശം കുറച്ച് കഴിയുമ്പോൾ പട്ടാളക്കാർ വരാൻ തുടങ്ങും, പലതരത്തിലുള്ള പട്ടാളക്കാർ. പിന്നെ അബ്സലോമിനെ തുരത്തി അവിടെ താമസിച്ച് വീണ്ടും ദാവീദ് രാജാവാകുമ്പോഴേ ഈ ഹൂഷായി പ്രധാനമന്ത്രിയാവും. അതാണ് പ്രശ്നം. അപ്പോൾ എല്ലാവരും വിചാരിക്കണം നിങ്ങളെ പരാജയപ്പെട്ടിട്ടില്ല. ഇപ്പോഴുള്ള പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പരാജയപ്പെടാതിരിക്കാം, പക്ഷെ ദൈവം നിങ്ങളെ പരാജയപ്പെടുത്തിയിട്ടില്ല, സുവിശേഷത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ല. കൈ ഇടിച്ച് കിടന്നിട്ട് ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ആ സുവിശേഷത്തിന് വേണ്ടിയാണ്, വിശ്വസ്തത്തിന് വേണ്ടിയാണ്, വിശ്വസ്തതയ്ക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത്. എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ല. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ജീവന്റെ ഒരുമിച്ച് സ്വരത്തിൽ പാടുക. പരിശുദ്ധ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, രണ്ടാമത്തെ ഒരു ഇൻസിഡൻ്റ് എന്ന് പറയണത്, നിങ്ങൾക്ക് എപ്പോഴും ഒരു വോൾട്ടേജ് നഷ്ടപ്പെടാതെ ഇറങ്ങിപ്പോകാതെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ഉടമ്പടി ജീവിക്കുന്നുള്ള കാലം ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പളിച്ച വന്നാലും നമ്മൾക്ക് അവിശ്വസ്ത വന്നാലും ദൈവം 2 തിമോത്തി 2:13 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 തിമോത്തി 2:13 നാം അവിശ്വസ്തരായിരുന്നാലും പറഞ്ഞ നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഈ തന്നെ തന്നെ നിഷേധിക്കാൻ സാധ്യമല്ലാത്ത കൊണ്ട് നീ ദൈവമായിട്ടുള്ള കണക്ഷൻസ് നീ തൽക്കാലത്തേക്ക് നഷ്ടപ്പെട്ടാലും ദൈവം തൻ്റെ കണക്ഷൻ നഷ്ടപ്പെടുത്തത്തില്ല, ഫീസ് വരത്തില്ല. നമ്മൾ ചിലപ്പോൾ ഫീസ് വരും. അതെപ്പോഴും അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ അവസാനം വിശന്ന് കുരഞ്ഞ് തല കറങ്ങി ഈ ഒലിവ് മല ഇറങ്ങി വരുന്ന ഒരു സാവൂളിന് അത് ദാവീദിനെ വചനം പറയുന്നുണ്ട്. ഭയങ്കര രസമാണ്. ദാവീദിങ്ങനെ 10-12 ആൾക്കാരുമായിട്ട് ഇങ്ങനെ തകർന്ന് വരികയാണ്. ഹുഷായിനെ പറഞ്ഞ് വിട്ടതിന് ശേഷം പിന്നെ മുമ്പോട്ട് പോയിട്ട് ഒരു മല ഇറങ്ങി വരുമ്പോൾ സീബ എന്ന് പറഞ്ഞൊരു വിശ്വസ്തം വരും. അതാണ് വിഷയം. നിന്നെ ടോട്ടലായിട്ട് നിന്റെ ദൈവം അബാൻഡൻ ചെയ്യത്തില്ല. ഞാൻ നിന്നെ ഒരു കാരണവശാലും തള്ളിക്കളയത്തില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഒലിവ് മല ഇറങ്ങി വരുമ്പോൾ കുറേ കഴുതപ്പുറത്ത് അതായത് കുറേ കൊട്ടയും കൊണ്ടാണ് സീബ വരേണ്ടത്. അപ്പോൾ ദാവീദ് സീബയോട് ചോദിക്കും, ക്ഷമല്ലേ, എന്താണ് നിൻ്റെ അകത്ത്? അപ്പോൾ സീബ പറയും, നിനക്കും നിൻ്റെ സഹോദരങ്ങൾക്കും വിശക്കുന്നുണ്ടെന്ന് കർത്താവ് എന്നോട് പറഞ്ഞു. അത് കാരണം മുന്തിരി അടകളും വീഞ്ഞും കൊണ്ട് നിന്നെ സൽക്കരിക്കാൻ ഞാൻ വന്നതാണ്. നമ്മൾ എങ്ങനെ ആയാലും ദൈവം തൻ്റെ പരിപാലനയും വിശ്വസ്തയിലും മാറി നിൽക്കത്തില്ല. എന്തെങ്കിലും ഒരു ചരട് നിനക്കിട്ട് തരും. ദൈവത്തിൻ്റെ കയ്യിൽ ഒത്തിരിയേറെ വാതിലുകളുണ്ട്. അതുകൊണ്ട് എപ്പോൾ എൻ്റെ സഹോദരങ്ങൾ നിങ്ങൾ നിരാശപ്പെടാതിരിക്കാനാണ് കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നത്. സീബ കുറേ അത്തിയട, നമുക്കറിയാമല്ലേ, വിശന്ന് ഞാൻ മലയാറ്റൂർമല കയറിയപ്പോഴേ ഞാൻ തളർന്ന് വല്ലാത്ത അവസ്ഥയിൽ ഒരു തലപ്പോച്ചിൽ പോലെ വന്ന്, അപ്പോൾ അവിടെ കന്യാസ്ത്രീ കൊണ്ടുവന്ന് ഞാൻ ഇരിക്കണ കണ്ട് എനിക്കിത്തിരി കഞ്ഞി തന്നു. ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ഓക്കെയായി. കാരണം ടൈം അതാണ് ശരിക്കും, ഒരു 1:30 മണിയായി. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് എവിടെ നിന്ന് ഇത്തിരി വെള്ളം കിട്ടുമെന്ന്. കാര്യം പെരുന്നാൾക്കാലത്തല്ല ഞാൻ പോയത്. അവിടെ മലമുകളിൽ ആൾക്കാരൊക്കെ ശുശ്രൂഷകരൊക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലെയാണ് സാവൂൾ ദാവീദിന് സംഭവിച്ചത്. ഇത് ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ്. നീ ദൈവം നിന്നെ കൈവിട്ടെന്ന് സ്വപ്നത്തിൽ പോലും പറയരുത്. എന്താ കാര്യം? അതാണ് 13 പറയണത്, ഹെബ്രായ 13 പറയണത്. ഒരു കാരണവശാലും ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്
ശ്രുതികട ഹല്ലേലൂയ. ഹെബ്രായർ 13:5. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് സംഭവം. അതുകൊണ്ടാണ് സീബാനെ വിട്ടത്. ഇവരെല്ലാവരും പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് അത്തിയടകൾ 20 അത്തിയട, അതിൻ്റെ ഇരട്ടി മുന്തിരി അടകൾ, പിന്നെ അപ്പം, പിന്നെ 12 ജാറ് വീഞ്ഞ് എല്ലാം കൊണ്ടാണ് വരണത്. ആ സിറ്റുവേഷൻ മനസ്സിലാക്കണം. സീബ ദൈവത്തിൻ്റെ പരിപാലന, അതായത് മനുഷ്യൻ കൈവിട്ടാലും, സ്വന്തം മക്കൾ അബ്സലോം ഉൾപ്പെടെയുള്ള മക്കൾ കൈവിട്ടാലും നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൈവിടത്തില്ല. കൈ അടിച്ച് കർത്താൻ സമ്മാനമേ തിരുവത്താഴ മേശയിലെ സമ്മാനമേ ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ. ഈ നട്ടുച്ചക്ക് പ്രാണം വരെ വരണ്ട് തലകറങ്ങുന്ന സമയത്ത് സീബ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് ദാവീദ് മനസ്സിൽ ആ സങ്കീർത്തനം കുറിച്ചിടണത്. ശത്രുക്കൾ കാണുകയെ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കിയിരിക്കുന്നു. കൈയിട്ടിച്ച് കർത്താവ് സങ്കീർത്തനം 5-ാം തിരുവചനം. സങ്കീർത്തനം 23:5. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. അബ്സലോം ഉൾപ്പെടെ സ്വന്തം കുടുംബത്തിലുള്ളവരെല്ലാം ശത്രുക്കള്. സാവൂളിൻ്റെ കുടുംബക്കാര് ശത്രുവായത് കൊണ്ടാണ് ക്ഷേമായി വന്ന് നിന്നെ കല്ലെറിഞ്ഞത്. അപ്പം സാവൂളും പഴയ രാജാവും അയാളുടെ കുടുംബക്കാരും സ്വന്തം മകനെ അബ്സലോവും ഇവനെ നാട് കടത്തുന്ന സമയത്ത് പോലും ആ ശത്രുക്കളെല്ലാം കാണിക്കേ അവിടുന്ന് എനിക്ക് വിരുന്നിരിക്കും. ഇതൊരു ഭയങ്കര ഹോപ്പാണ്. എല്ലാവരും നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവരും നിന്നെ സന്ധിക്കുമെന്ന് പറഞ്ഞവരും നിനക്ക് പ്രത്യാശ നൽകിയവരും ഒരു നിമിഷം നിൻ്റെ ശത്രുവായി മാറിയാലും നിന്നെ കൈവിട്ടാലും നിന്റെ ജീവിക്കുന്ന ദൈവം, നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ദൈവം, നിനക്ക് വേണ്ടി ഉയർത്തുന്നേറ്റ ദൈവം, നിനക്ക് വേണ്ടി വീണ്ടും വരുമെന്ന് പറഞ്ഞ ദൈവം, എൻ്റെ ദൈവവേദനെ നിന്നെ കൈവിടത്തില്ല. എന്റെ സ്നേഹിതനാകുന്നു സ്നേഹമേ ആരാധന നിനക്കാ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, എന്തുകൊണ്ട് ഈ ഉടമ്പടി കാലത്ത് പോലും ചില്ലറ ക്ലേശങ്ങൾ ദൈവം അനുവദിക്കുന്നു? നിനക്കറിയാവില്ല, ഉടമ്പടിയുടെ കാലം നിൻ്റെ ആത്മാവിൻ്റെ വസന്തകാലമാണ്. ഈ വസന്തകാലത്തും നമുക്കറിയാം മാവൊക്കെ പൂക്കണ ഒരു സമയമില്ലേ? പക്ഷെ മാവ് പൂത്ത് ഉണ്ണിയാകുന്ന സമയത്ത് പെട്ടെന്നൊരു മഞ്ഞ് വീഴ്ചയും മഴയും വന്നിട്ട് ഉണ്ണിയെല്ലാം അടന്നു പോകും. മാവ് പിന്നെ രണ്ടാമത് പൂത്തിട്ടാണ് നമുക്ക് കിട്ടണത്. അപ്പോൾ ആദ്യത്തെ ഉണ്ണികൾ അടന്നു പോയാലും വസന്തത്തിലും മഴകൾ നിന്നെ ചതിച്ചാലും നിന്നെ ദൈവം നിന്നെ ചതിക്കത്തില്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്തുകൊണ്ട് ഇതുപോലെ നമ്മൾ കൃപയുടെ കാലത്ത് പോലും വസന്തത്തിൻ്റെ ആത്മാവിൻ്റെ വസന്തകാലത്ത് പോലും മഴ പെയ്യുകയും ഉണ്ണികൾ അളന്നു പോവുകയും ചെയ്യണത് എന്തുകൊണ്ടാണ് ദാവീദിൻ്റെ ഭവനത്തിൽ ഇത്രയും വലിയ ക്ലേശങ്ങളുടെ ഒരു കാലം വന്നത്? ഒരു കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കണം, ഉടമ്പടിക്കാലം കൃപയുടെ കാലമാണ്. കൃപയുടെ കാലത്ത് ഇത് നാളെ മാറിപ്പോവുകയും അതേസമയം തന്നെ നീ സീറോ ആകുകയൊക്കെ ചെയ്യും. കാര്യം ഇന്ന് നീ കാണിക്കുന്ന ദൈവസ്നേഹം, ഇന്ന് നീ ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തത, ഇന്ന് നീ കാണിക്കുന്ന സൽപ്രവൃത്തികൾ, ഇന്ന് നീ കാണിക്കുന്ന വിശ്വാസം നാളെ ചിലപ്പോൾ നിൻ്റെ സാഹചര്യത്തിൽ നിനക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. അപ്പം അങ്ങനെ വരേണ്ട കാലത്ത് സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മൾ ആർജിക്കുന്ന ആത്മീയ ആസ്തികളായിരിക്കും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ ആസ്തി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് അവർ ഓൺ എക്സ്പീരിയൻസ്. നമ്മളുടെ അനുഭവങ്ങളാണ്. ദൈവം വ്യത്യസ്തങ്ങളായ പ്രതികൂല അനുഭവങ്ങൾ നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? സ്വന്തം അനുഭവത്തിലൂടെ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:26-27. നടപടി പുസ്തകം 17:26-27. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. വിഭിന്ന കാലം. അതെ, അടുത്തത്. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും, ഇത് ഏറ്റു പറഞ്ഞ ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരു പക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനൊരു കാലാവസ്ഥ ഭേദമുണ്ടായാൽ ഓർക്കേണ്ട ഇതാണ്, ദൈവം അനുഭവം തരാൻ പോണെന്നതിൻ്റെ അർത്ഥം. മക്കളെ മനസ്സിലായോ? എന്തെങ്കിലും ഒരു പ്രതികൂല കാലാവസ്ഥ ഉണ്ടായാൽ യു ക്യാൻ എക്സ്പെക്റ്റ് ആൻ എക്സ്പീരിയൻസ്. എന്തെങ്കിലും പ്രതികൂലമായ ഒരു ജീവിതാവസ്ഥ നിനക്കുണ്ടായാൽ നിനക്കറിയാം ബ്ലെസ്സിങ്, അതായത് ഒരു അനുഗ്രഹം നിൻ്റെ മുമ്പിലുണ്ടെന്ന് അർത്ഥം. ഇതൊരു പ്രത്യാശയ്ക്ക് വേണ്ടി ഞാൻ വേഗമായിട്ട് നിങ്ങളെ സുഖിപ്പിക്കുകയില്ല. ദിസ് ഈസ് ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. ഇത് ദൈവപരിപാലനയുടെ ഒരു നേച്ചറാണ്. അതായത് എന്തെങ്കിലും ഇപ്പം സന്ധ്യയിൽ കരച്ചിൽ വന്നാൽ ജീവിതകാലം മുഴുവൻ സന്ധ്യയും ജീവിതകാലം മുഴുവൻ കരച്ചിലുമായിരിക്കത്തില്ല. പ്രഭാതത്തിൽ സന്തോഷം ഉണ്ടാകുന്നു. കൈ ഇടിച്ച് കർത്താവിനെ ആത്മാവിൻ
നിന്നെ ഞാൻ ആരാധിക്കാം. ആത്മാവിൻ അൾത്താരകളിൽ നിന്നെ ഞാൻ ആരാധിക്കാം. എന്റെ ജീവനായി തീരുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. എന്റെ ജീവനായി തീരുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.